കേരളത്തിലെ സ്വർണ്ണവില കുത്തനെ വീണിരിക്കുകയാണ്. സമീപകാലത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഇടിവുകളിലൊന്നാണിത്. വരും ദിവസങ്ങളിലും സമാനമായ സാഹചര്യമാണ് വിപണിയിൽ നിലനിൽക്കുന്നതെന്ന് വ്യാപാരികൾ അടക്കം പറയുന്നുണ്ട്. വില കുറഞ്ഞതിനാൽ സ്വർണ്ണ വിൽപ്പന വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ. ആഗോള വിപണിയിലും സ്വർണ്ണവില വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ട്. മെയ് മാസത്തിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും കുറഞ്ഞ വിലയാണ് ഇത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് പവൻ വില 70,000-ന് താഴേക്ക് എത്തിയത്. വില കുറഞ്ഞ സാഹചര്യത്തിൽ സ്വർണം ആവശ്യമുള്ളവർ വേഗത്തിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് വില കൂടിയാലും ആശങ്ക ഒഴിവാക്കാനുള്ള മാർഗമാണിത്. പവൻ വിലയെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയാം. കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ഇപ്പോൾ 68,880 രൂപയാണ്. 1,560 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം 22 കാരറ്റ് ഗ്രാമിന് 195 രൂപ താഴ്ന്ന് 8,610 രൂപയിലെത്തി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 160 രൂപ കുറഞ്ഞ് 7,060 രൂപയായി. വെള്ളിയുടെ വിലയിൽ ഏറെ നാളുകൾക്ക് ശേഷം കുറവുണ്ടായി എന്ന് വേണം പറയാൻ. ഗ്രാമിന് 107 രൂപയാണ് നിരക്ക്. അന്തർദേശീയ വിപണിയിൽ സ്വർണത്തിന് $3,153 65,000 രൂപയിലേക്ക് എത്തിയേക്കുമെന്നതാണ് അടുത്ത റിപ്പോർട്ടുള്ളത്. ഈ മാസം കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ സ്വർണ്ണവില 73,040 രൂപയായിരുന്നു. ഇതിനേക്കാൾ 4,160 രൂപ കുറവാണ് ഈ സമയത്ത്. അതായത് സ്വർണം വാങ്ങുകയോ ബുക്ക് ചെയ്യുകയോ ചെയ്യുന്നവർക്ക് ഇത്രയും രൂപയുടെ ലാഭം ഉണ്ടാകുമെന്നർത്ഥം. ഇതേ വിപണി സാഹചര്യം നിലനിന്നാൽ ആഗോള സ്വർണ്ണവില $2,950 എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ പവൻ വില 65,000-ലേക്ക് എത്തുന്നതാണ്. വിൽക്കുന്നവർ കാത്തിരിക്കുന്നത് ഇതാണ്. ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് 75,000-ൽ താഴെയാണ് ചിലവ് വരിക. 5% പണിക്കൂലിയും GSTയും ഹോൾമാർക്കിംഗ് ചാർജും ചേർത്താണിത്. അതേസമയം പഴയ സ്വർണം ഈ സമയം വിൽക്കുന്നവർക്ക് പവന് 1,350 മുതൽ 2,700 രൂപ വരെ കുറച്ചുള്ള സംഖ്യ ലഭിക്കും. വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർ കുറച്ചും കൂടി കാത്തിരിക്കുന്നതാണ് നല്ലത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള പുതിയ വ്യാപാര ധാരണയാണ് സ്വർണ്ണവില കുറയാൻ കാരണം. വൻകിട നിക്ഷേപകർ ലാഭമെടുത്ത് പിരിഞ്ഞതും സ്വർണ്ണവില കുറച്ചിരുന്നു. നിക്ഷേപം നടത്താൻ നല്ല സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വ്യവസായികൾ കരുതുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയും ഖത്തറും UAEയും സന്ദർശിച്ച് കോടികളുടെ കരാറുകൾ സ്വന്തമാക്കിയത് അമേരിക്കയിലെ വ്യവസായികളിലും പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, പലിശ നിരക്ക് കുറയ്ക്കുന്നത് വൈകുമെന്നതാണ്. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടുത്ത മാസം പലിശ നിരക്ക് കുറയ്ക്കില്ല എന്നാണ് കരുതുന്നത്. സെപ്റ്റംബറിന് ശേഷമേ ഇക്കാര്യത്തിൽ ആലോചന ഉണ്ടാകൂ എന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതും സ്വർണ്ണവില കുറയാൻ കാരണമാണ്. മാത്രമല്ല, ഡോളർ നിരക്ക് 100 എന്ന നിരക്കിലാണ് തുടരുന്നത്. സൂചിക ശക്തിപ്പെട്ടാൽ സ്വർണ്ണവില വീണ്ടും കുറയും. കാര്യമായ മുന്നേറ്റം നടത്താൻ ഡോളറിന് സാധിച്ചിട്ടില്ല. രൂപയുടെ വിനിമയ നിരക്ക് 85.62 ആയി ഇടിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് സ്വർണ്ണവില കുറഞ്ഞതിനാൽ വിൽപ്പന കൂടുതൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജ്വല്ലറി വ്യാപാരികൾ. വില കൂടിയ സാഹചര്യത്തിൽ വിൽപ്പന കുറഞ്ഞിരുന്നു. മാത്രമല്ല, ഉപഭോക്താക്കൾ വിലക്കയറ്റം മറികടക്കാൻ മറ്റു വഴികൾ തേടുകയും ചെയ്തിരുന്നു. പഴയ സ്വർണം മാറ്റി വാങ്ങലായിരുന്നു ഇതുവരെ നടന്നത്. പഴയ സ്വർണം മാറ്റി വാങ്ങൽ, 18 കാരറ്റ് 14 കാരറ്റിലെ ആഭരണങ്ങൾ വാങ്ങൽ എന്നീ വഴികളായിരുന്നു ഉപഭോക്താക്കൾ കണ്ടെത്തിയിരുന്നത്. എന്നാൽ വില ഇനിയും കുറയുകയാണെങ്കിൽ സ്വർണ്ണ വിപണി പഴയ പ്രതാപം തിരിച്ചു പിടിക്കുമെന്ന് വ്യാപാരികൾ കരുതുന്നുണ്ട്.